വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഓണത്തിന് ഇറങ്ങിയേക്കുന്ന അടുത്ത റിലീസ് അതായത് നമ്മുടെ ഹൃദയപൂർവ്വം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അധികം സമയം കളയുന്നില്ല, നമുക്ക് സിനിമയിലെ റിവ്യൂലേക്ക് കടക്കാം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന സത്യനന്ദിക്കാടാണ്, നമ്മുടെ രസതന്ത്രം എന്നും എപ്പോഴും ഇതൊക്കെ പിടിച്ച ഡയറക്ടർ, ഫേമസ് ഡയറക്ടർ. നമുക്ക് അപ്പോ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് എനിക്കറിയാം ഹൃദയപൂർവ്വം ഇപ്പൊ എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കേൾക്കുന്നതെന്ന്. പക്ഷെ ഡയറക്ഷൻ നമ്മളിത് സത്യനന്ദിക്കാടിന്റെ പടമാണെന്ന് നമുക്ക് ഈ പടം സത്യനന്ദിക്കാട് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യനന്ദിക്കാടാ പിടിച്ചേക്കുന്നത്. നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും സത്യനന്ദിക്കാട് തന്നെ പിടിച്ചേക്കുന്നത്. അതായത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഓബിയസ്ലി അറിയാം ഇതൊരു ഫീൽ ഗുഡ് പടമാണ്. ആ പക്ക ആ 100% അതിൽ തന്നെ പൊക്കോണം. അതായത് ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് കണ്ട് മടുത്തൊരു കോൺസെപ്റ്റ് ആണോന്ന് അറിയില്ല, പക്ഷെ കുഴപ്പമില്ലാത്തൊരു ഫീൽ ഗുഡ് പടം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് കാസ്റ്റിംഗിൽ വരുന്നത് സംഗീത് പ്രതാപ് ഉണ്ട്, അതായത് നമ്മുടെ പ്രേമലുവിലെ സംഗീത് പ്രതാപ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ലാലേട്ടൻ, മാളവിക മോഹനൻ, പിന്നെ സിദ്ദിഖ് ഉണ്ട്, ലാലു ലക്സ് ഉണ്ട്. ലാലേട്ടൻ ഇതിനകത്ത് നല്ലോണം ചെയ്തിട്ടുണ്ട്. മാളവിക മോഹനൻ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചാൾക്ക് ശേഷം മലയാള ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഇതായിട്ട് വരുന്നത്. പിന്നെ ലാലു ലക്സ് ഒക്കെ ഒരു കൊമേഡിയൻ ആയിട്ടാണ്, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഫീൽ ഗുഡ് പടമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതൊരു നമുക്ക് എന്നും എപ്പോഴും കണ്ട് ഇപ്പൊ എന്നും എപ്പോഴും പോലത്തെ പടങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും ഈ ഹൃദയപൂർവ്വം പോലുള്ള പടങ്ങൾ വീണ്ടും പോയി കാണാം. പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാല് ഈ എന്നും എപ്പോഴത്തിനകത്ത് എന്നും എപ്പോഴും ആ പടത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ പടത്തിന്റെ വേറൊരു സ്റ്റൈലിൽ ഇറക്കിയ ഒരു പടമാണ് ഇപ്പൊ ഹൃദയപൂർവ്വം. ഇപ്പൊ ലാലേട്ടന്റെ ക്യാരക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ ലാലേട്ടൻ എന്നും എപ്പോഴത്തിനകത്ത് എങ്ങനെയാണോ അതിന്റെ ഒരു കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള വേറൊരു വേർഷൻ ആണ് എനിക്ക് ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടന്റെ ക്യാരക്ടർ തോന്നിയത്. ലാലേട്ടനെ പോലത്തെ ഒരാൾക്ക് ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ ലാലേട്ടന് ഇപ്പൊ പ്രത്യേകിച്ച് സ്ട്രെസ് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ പടത്തിന്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ഫീൽ ഗുഡ് പടമായിട്ട് നമുക്ക് നല്ലോണം എടുക്കാം. ഫീൽ ഗുഡ് പടം എന്ന് പറയാൻ തന്നെ എടുത്തെടുത്ത് പറയാൻ വെച്ചാൽ പടത്തിൽ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഫീൽ ഗുഡ് ജോണറയ്ക്കകത്ത് കണ്ടിട്ടുള്ള നിരവധി പടങ്ങളിനകത്ത് ഒരു പടം കൂടി അത്രേ ഉള്ളൂ. പക്ഷെ നല്ലൊരു പടമാണ്, നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോ ഓണത്തിന്റെ ഞാൻ ഓണസ്റ്റ്ലി എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ലോക കണ്ടു, ഇപ്പൊ ഹൃദയപൂർവ്വം കണ്ടു. ഇനി ഞാൻ ഈ ലോകയും ഹൃദയപൂർവ്വം രണ്ട് ജേണറാണ്. പക്ഷെ ഞാനൊരു പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞപ്പോ രണ്ട് പടവും ഓണത്തിന് ഇപ്പൊ ബഡ്ജറ്റ് ഉള്ള ആൾക്കാരാന്ന് വെച്ചോ, രണ്ട് പടവും കാണാൻ തീരുമാനിച്ചിരിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി രണ്ട് പടവും കാണുക, ഒരു പ്രശ്നവും. മണി ഈസ് വർത്ത് ഇറ്റ്. പക്ഷെ നിങ്ങൾ ആകെ ഒരു പടം മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഒരു പടം കാണാനുള്ള ബഡ്ജറ്റ് ഈ ഓണത്തിന് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ ഐ പേഴ്സണലി പ്രിഫർ ആൻഡ് സജസ്റ്റ് യു ടു ഗോ ആൻഡ് വാച്ച് ലോക. കാരണം എനിക്ക് ലോക എന്ന് പറയുന്ന പടമൊക്കെ മലയാള ഇൻഡസ്ട്രിയിൽ എന്തായാലും വേറെ ഇതുപോലത്തെ ഒരു പടമില്ല. ഇനി ഇറങ്ങണമെങ്കിൽ വീണ്ടും ഇതുപോലെ ആരെങ്കിലും ഒരു മിറക്കിളായിട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം കണ്ടു പഴകിയിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഫീൽ ഗുഡിനകത്ത്, ഈ ഹൃദയപൂർവ്വത്തിനൊക്കെ. പക്ഷെ നമുക്ക് ലോക പോലെ പടങ്ങളാണ്, നിങ്ങൾക്ക് ഒറ്റ പടമേ ഈ ഓണത്തിന് കാണാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐ പ്രിഫർ യു ടു ഗോ സി വാച്ച് ലോക. അപ്പോ അതായത് ലോക വെച്ച് കമ്പയർ ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സിനിമ കാണാനുള്ള ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലോകിക്ക് പോവുക. അപ്പം ഈ പടത്തിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വലിയ കുറ്റമൊന്നും പറയാനൊന്നുമില്ല. ഒരു ഫീൽ ഗുഡ്, പക്ക ഫീൽ ഗുഡ് പടം, കുഴപ്പമില്ല. നമ്മള് ഈ എന്നും എപ്പോഴും രസതന്ത്രത്തിനകത്തൊക്കെ കണ്ടുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ഗുഡ് മോഹൻലാൽ ചിത്രം, അതാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഡിയൻസിന് ഈ പടം ഒത്തിരി ഇഷ്ടപ്പെടും. അതായത് ഫാമിലി ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ പടം തന്നെയാണ്, അവർ പോയി കാണുക. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ പടത്തിനകത്ത് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓവറോൾ ഹൃദയപൂർവ്വം ഒരു നല്ല പടമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാമിലി ജോണർക്ക് പറ്റിയ ഒരു പടമാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാൻ, നമ്മുടെ ഹൃദയപൂർവ്വത്തിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒപ്പീനിയൻസ് ആൻഡ് വ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്